നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം. കുണ്ടറ എഴുകോണിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയെന്ന് ഫ്ലെക്സ് വെച്ച പ്രവർത്തകർ. ചവറയിലും കായംകുളത്തും പ്രകടനം. അഭയകേന്ദ്രത്തിന്റെ മകളിനെ ജിജിന് സ്വന്തം. കൊല്ലം മയ്യനാട് എസ് സമിതിയിൽ ജനിച്ചു വളർന്ന ആശമോളുടെ വിവാഹം സുമനസ്സുകളുടെ സഹായത്തോടെ പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് എസ് സമിതിയിലെത്തിയ ഭോപ്പാൽ സ്വദേശിനിയായ സ്ത്രീയാണ് ആശമോൾക്ക് ജന്മം നൽകിയത്. ഗ്രന്ഥശാല മന്ദിരം ഉദ്ഘാടനം ചെയ്തു. തേവലക്കര അരുന്നല്ലൂർ കല്ലുംപുറത്ത് ഭാസ്കരൻ ലൈബ്രറിക്കാണ് മന്ദിരം നിർമ്മിച്ചത്. ആദരവ്, ഫോട്ടോ അനാച്ഛാദനം, സമ്മാനദാനം എന്നിവയും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. വി ഡി സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി എന്ന ഫ്ലെക്സ് വെച്ച് പ്രവർത്തകർ. കുണ്ടറ എഴുകോൺ മണ്ഡലം അമ്പലത്തുംകാല 108 ബൂത്തംഗങ്ങളാണ് വി ഡി സതീശന് അനുകൂലമായി മുഖ്യമന്ത്രിയാകണമെന്ന ഫ്ലെക്സ് സ്ഥാപിച്ചത്. എഴുകോൺ മണ്ഡലം അമ്പലത്തുംകാല 108 ബൂത്തംഗങ്ങളാണ് വി ഡി സതീശന് അനുകൂലമായി മുഖ്യമന്ത്രിയാകണമെന്ന ഫ്ലെക്സ് സ്ഥാപിച്ച് പിന്തുണ അറിയിച്ചത്. കൂട്ടമായി എത്തിയ പ്രവർത്തകർ ജംഗ്ഷനിൽ ഫ്ലെക്സ് വെച്ച ശേഷം മുദ്രാവാക്യം വിളിച്ചു. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ഷാജി അമ്പലത്തുംകാല, ബൂത്ത് പ്രസിഡന്റ് അലക്സ് പേട്ടവിള, വാർഡ് പ്രസിഡന്റ് KY സണ്ണി, മുതിർന്ന നേതാവായ മാത്യു ഉമ്മൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അമ്പലത്തുംകാല ബൂത്ത് കമ്മിറ്റിയുടെ തീരുമാനവും ജനവികാരവും ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതും ഈ വിജയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വി ഡി സതീശനാണ്. അതുകൊണ്ട് വി ഡി സതീശന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എഴുകോൺ മണ്ഡലത്തിലെ അമ്പലത്തുംകാല ബൂത്ത് കമ്മിറ്റി 108 അംഗ ബൂത്ത് കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തകരും ഒന്നടങ്കമുള്ള ഒരു അഭിപ്രായമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു വികാരമാണ് ഇപ്പോൾ ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും, അതായത് 140 മണ്ഡലങ്ങളും അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് വോട്ട് പിടിച്ച ഒരു വ്യക്തിയാണ് ശ്രീ വി ഡി സതീശൻ. എല്ലാ മത നേതാക്കന്മാര് എന്ത് പറഞ്ഞെങ്കിലും അവരെയെല്ലാം ഒരു ജാതീയ സ്പർദ്ധയോ ഒന്നുമില്ലാതാണ് ആ കക്ഷി. എല്ലാരും ചീത്ത വിളിച്ചാലോ ഒന്നും പുഞ്ചിരിയോടുകൂടെ സ്നേഹിത്ത് സൗഹൃദം വീക്ഷിച്ചാണ് ഈ 140 നിയോജക മണ്ഡലങ്ങളിലും 102 UDF സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കാൻ ആ പുള്ളിക്ക് കഴിഞ്ഞുവെങ്കിൽ ആ CM-ന്റെ കസേരയ്ക്ക് യോഗ്യൻ ശ്രീ വി ഡി സതീശൻ തന്നെയാണ്. ആണയിട്ട് പറയുന്നത് 101% ആണയിട്ട് പറയുന്നു. കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ഇതോടൊപ്പം കേരളത്തോടൊപ്പം മറ്റ് ജില്ലകളിലും ഇലക്ഷൻ നടന്നു. എത്ര സ്ഥാനാർത്ഥികളെ അവർ ജയിപ്പിച്ചെന്നിവിടെ കാണിച്ചിട്ട് വേണം ഇവിടെ വന്ന് കസേരയ്ക്ക് വടംവലി കൂടാൻ. അതുപോലെ രമേശ് ചെന്നിത്തലയിൽ നമ്മൾ താഴ്ത്തി പറയുകയല്ല. പുള്ളി നല്ലൊരു സീനിയറായ ഒരു പ്രവർത്തകരാണ്. ആഭ്യന്തര മന്ത്രിയായിട്ടൊക്കെ ഇരുന്നത് അതെല്ലാം നമുക്കറിയാവുന്ന കാര്യം. എന്നാലും പുള്ളി 5 വർഷം പ്രതിപക്ഷത്തായിരുന്നു. എന്നിട്ട് 43 സീറ്റാണ് അതിനുശേഷം 5 വർഷം ലഭിച്ചത്. അതിനുശേഷമാണ് ACC തീരുമാനമെടുത്തത് പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ വരട്ടെ എന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരാളാണ്. ആ പുള്ളിയെ മുഖ്യമന്ത്രിയാക്കണം. പുള്ളി വന്നതിന് ശേഷമാണ് കോൺഗ്രസ് ഉണർന്നത്. അതുകൊണ്ട് പുള്ളിയെ മുഖ്യമന്ത്രിയാക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. വി ഡി സതീശൻ അനുകൂലികൾ കായംകുളത്ത് പ്രകടനം നടത്തി. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വി ഡി സതീശൻ അനുകൂലികൾ കായംകുളത്ത് പ്രകടനം നടത്തിയത്. വി ഡി സതീശന് അഭിവാദ്യമർപ്പിച്ചായിരുന്നു പ്രകടനം. INTUC യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം സേട്ട്, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്നാൻ ചാഗയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.
വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പന്മനയിൽ പ്രകടനം നടത്തി. ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇടപ്പള്ളിക്കോട്ടയിൽ സമാപിച്ചു. പോരാട്ടത്തിൻ നാളുകളിൽ ഞങ്ങളെയാകെ നയിച്ചവനെ നേതാവേ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, അങ്ങ് നയിക്കൂ, കേരളമാകെ അങ്ങ് നയിക്കൂ, ഓമന നേതാവേ, ധീരതയോട് നയിച്ചോളൂ, ഒറ്റക്കെട്ട പിന്നാലെ ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് പന്മനയിൽ പ്രകടനം സംഘടിപ്പിച്ചത്. ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഇടപ്പള്ളിക്കോട്ടയിൽ സമാപിച്ചു. 5 വർഷം കൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുകയും കെട്ടുറപ്പുള്ള പ്രവർത്തനത്തിലൂടെ 102 സീറ്റ് നേടിക്കൊടുക്കുകയും ചെയ്ത വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിക്ക് അർഹനെന്ന് പ്രവർത്തകർ പറഞ്ഞു. പന്മന ബ്ലോക്ക് പ്രസിഡന്റ് ജയകുമാർ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത്, പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീർ പുതുക്കുളം, സീമ തങ്കച്ചി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി, RK കിഴക്കിടം, രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും നിരവധി പ്രവർത്തകരും പ്രകടനത്തിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ചവറ. അഭയകേന്ദ്രത്തിന്റെ മകൾ ഇനി ജിജിന് സ്വന്തം. കൊല്ലം മയ്യനാട് SS സമിതിയിൽ ജനിച്ചു വളർന്ന ആശമോളുടെ വിവാഹമാണ് സുമനസ്സുകളുടെ സഹായത്തോടെ പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നത്. വർഷങ്ങൾക്ക് മുമ്പ് SS സമിതിയിലെത്തിയ ഭോപ്പാൽ സ്വദേശിനിയായ സ്ത്രീയാണ് ആശമോൾക്ക് ജന്മം നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പാണ് ഭോപ്പാൽ സ്വദേശിനിയായ മാനസിക നില തകരാറിലായ സ്ത്രീയെ മയ്യനാട് SS സമിതിയിൽ പോലീസ് എത്തിച്ചത്. കൊണ്ടുവരുമ്പോൾ തന്നെ പൂർണ്ണ ഗർഭിണിയായിരുന്നു സ്ത്രീ. ഇവിടെ എത്തി 12ാം ദിവസം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവൾക്ക് ആശമോൾ എന്ന പേരുമിട്ടു. ആ പെൺകുട്ടിയുടെ ബാല്യകാലവും കൗമാരവും SS സമിതിയിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു. എൻ്റെ സാർവത്രിക സഹോദരി സമിതി എന്ന് പറയുന്ന സ്ഥാപനത്തില് അവിടെ ഈ കുഞ്ഞിൻ്റെ അമ്മ വരികയും അതിനുശേഷം ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ പ്രസവിക്കുകയും ചെയ്ത കുട്ടിയാണ്. അപ്പം അവിടെ തന്നെ പ്രസവിച്ച് വളർന്ന കുഞ്ഞാണ്. ഇപ്പോഴവള് ഒരു സ്കൂളിലെ അധ്യാപികയാണ്. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, സന്തോഷമായിട്ടൊക്കെ പോകുന്നു. അവളുടെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. സമിതിയുടെ മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവിയർ മകളെ പോലെ വളർത്തി. സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് തല വിദ്യാഭ്യാസവും പൂർത്തീകരിച്ച ശേഷം TTC പഠനവും പൂർത്തീകരിച്ച് മയ്യനാട് കക്കോട്ടുമൂല സ്കൂളിൽ താൽക്കാലിക അധ്യാപികയുടെ ജോലി നേടിയെടുത്തു. തന്റെ ഓർമ്മ വെച്ച കാലം മുതൽ മാനസിക രോഗികളുടെയും ആലംബഹീനരുടെയും കൂടെ വളർന്ന അവൾക്ക് ഇന്ന് വിവാഹമാണ്. ഞാൻ അവിടെ വന്ന് ജനിച്ചേ. അമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നു വന്നപ്പം അവിടെ വന്നാ ജനിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ സാറാ ഞങ്ങളെ വളർത്തിയെ. ഞാനിപ്പം കാക്കോട്ടുമുല ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ അച്ഛന്റെ ആലോചന വരുന്നതും. കൊല്ലം പടപ്പക്കര ജിജോ ഭവനിൽ ജിജിൻ ജോസഫ് ആശമോളെ ഇന്ന് മിന്നുകെട്ടി സ്വന്തമാക്കി. നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ചോദിക്കുകയായിരുന്നു. അതായത് അച്ചാച്ചൻ അവിടെ ഫുഡ് കൊടുക്കാൻ വന്നപ്പം എന്നെ പോലെ വേറൊരു ചേച്ചി അവിടെ നിന്നാണ് വളർന്നത്. അപ്പം റിലേറ്റീവ് അവിടെ ഇങ്ങനെ ഫുഡ് അങ്ങനെ കണ്ട് പരിചയച്ചെന്ന് ചോദിച്ചാണ്. സ്ഥിരമായി പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴി കണ്ട പരിചയമാണ് ജിജിൻ ജോസഫിന് ആശമോളെ സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നിയത്. പിന്നീട് വീട്ടുകാരോട് വിവരം പറഞ്ഞ ശേഷം വീട്ടുകാരുമൊത്ത് SS സമിതിയിലേക്ക് എത്തി. പെണ്ണു ചോദിച്ചു. തുടർന്ന് മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവിയറും സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരും സാമൂഹിക നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ജിജിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് ജിജിന് ആശമോളെ നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ, സാമൂഹിക നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ചാണ് വിവാഹം നടത്തിക്കൊടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഗ്രന്ഥശാല മന്ദിരം ഉദ്ഘാടനം ചെയ്തു.
തേവലക്കര അരിനെല്ലൂർ കല്ലുംപുറത്ത് ഭാസ്കരൻ ലൈബ്രറിക്കാണ് മന്ദിരം നിർമ്മിച്ചത്. ആദരവ്, ഫോട്ടോ അനാച്ഛാദനം, സമ്മാനദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. തേവലക്കര അരിനെല്ലൂർ കല്ലുംപുറത്ത് ഭാസ്കരൻ ലൈബ്രറിയുടെ ഗ്രന്ഥശാല മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും നടത്തി. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP മന്ദിരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ ചില സാമൂഹ്യ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിലെല്ലാം അതിന് പ്രസക്തി ഉണ്ടാകും. നമ്മൾ ജാതി മതത്തിന്റെ പേരുള്ള സംഘടനകളെല്ലാം തന്നെ ചില പങ്ക് സാമൂഹ്യ ജീവിതത്തിൽ നിറവേറ്റുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി എല്ലാത്തിനും അതൊരു അവസാന വാക്കായി പല തലങ്ങളിലും മാറുന്ന സാഹചര്യം നിർഭാഗ്യവശാൽ പലയിടങ്ങളിലും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവർ വളരെ പ്രയാസത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പൊതു ഇടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വായനശാലയാണ് ഒരു നാട്ടിൽ ഇവിടെ കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലെയാണ്, ഒരിക്കലും കെടാത്തൊരു വിളക്ക് പോലെയാണ് ഒരു വായനശാല എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രഭാപ്രസരത്തിലാണ് നേരത്തെയൊക്കെ ഗ്രന്ഥശാല പ്രസ്ഥാനം വലിയൊരു പങ്ക് വഹിച്ചു കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ, നവോത്ഥാനത്തിലൊക്കെ. പക്ഷെ ഇന്ന് നമുക്ക് പുതിയ രീതിയിൽ നവോത്ഥാന മുന്നേറ്റം സംഘടിപ്പിക്കേണ്ട ഒരു കാലമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഞാൻ പറയുന്ന വാക്കുകൾ എടുക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്നും വലിപ്പച്ചെറുപ്പങ്ങൾ, സ്ഥാനമാനങ്ങൾക്കെല്ലാം അപ്പുറത്ത് നമ്മളെല്ലാം ഒന്നാണ് എന്നൊരു ബോധമാണ് ശരിക്കും മാനവികത എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സംഘാടക സമിതി ചെയർമാൻ TA തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ BK ദിനദേവ് സ്വാഗതം പറഞ്ഞു. മുല്ലക്കര രത്നാകരൻ അനുസ്മരണം നിർവഹിച്ചു. ഭാസ്കരൻ ഒരു സഖാവ് മാത്രമായിരുന്നില്ല, ഈ നാട്ടിൻ്റെ എല്ലാ പ്രശ്നങ്ങളോടും സഹകരിക്കുകയും സംവദിക്കുകയും പരിഹാരം കാണാൻ യത്നിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു സർഗചേതനയുള്ള ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വായനശാല ഉണ്ടാകുമ്പോൾ അതൊരു സാംസ്കാരിക സംവിധാനം കൂടിയാണ്. അതിന് അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചാൽ അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വായനശാലകളും മാതൃകാ വായനശാലകളല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും മാതൃകാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളല്ല. നമ്മുടെ നാട്ടിലെ ഒരുപാട് മനുഷ്യർ മാതൃകാ മനുഷ്യരല്ല. നമ്മുടെ നാട്ടിലെ ഒരുപാട് കുടുംബങ്ങൾ മാതൃകാ കുടുംബങ്ങളല്ല. അപ്പോൾ ചിലതെങ്കിലും മാതൃകയായി ഉണ്ടാവേണ്ടത് മറ്റുള്ളവർക്ക് അവരുടെ തെറ്റുകൾ തിരുത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമായി ഉയർന്നു നിൽക്കും. ഡോക്ടർ സുജിത് വിജയൻപിള്ള ഫോട്ടോ അനാച്ഛാദനവും ഐഷിഹാബ് ലോഗോ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് അംഗം R അരുൺരാജ് ആദരവും നിർവഹിച്ചു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിൽ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M സലീം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, ഇപ്റ്റ കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മണിലാൽ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് PB ശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയ്മോൻ അരിനെല്ലൂർ, ഗ്രാമപഞ്ചായത്ത് അംഗം സുമേഷ്, അഡ്വക്കേറ്റ് ബലദേവ്, കല്ലുംപുറത്ത് ഭാസ്കരൻ ലൈബ്രറി സെക്രട്ടറി ജയരാജ് കല്ലുംപുറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. മദേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. SN വനിതാ സമിതി പകൽവീടിന്റെ നേതൃത്വത്തിലാണ് കടപ്പാക്കടയിൽ മദേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചത്. ധനസഹായ വിതരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. കൊല്ലം കടപ്പാക്കട SN വനിതാ സമിതി പകൽവീടിന്റെ മദേഴ്സ് ഡേ ആഘോഷമാണ് നടത്തിയത്. ആഘോഷത്തോടനുബന്ധിച്ച് 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് ധനസഹായം നൽകി. തുടർന്ന് പകൽവീടിലെ അമ്മമാരെ ആദരിച്ചു. പകൽവീട് ചെയർപേഴ്സൺ ശൈലജ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തക ഉഷ രാജൻ നായർ അതിഥിയായി എത്തി. മദേഴ്സ് ഡേ ആശംസകൾ നൽകി. എല്ലാ ഭാഷയിലും ആ അമ്മയാണ് ആദ്യത്തെ അക്ഷരം. ശരീരവും സംസ്കാരവും തന്നത് നമ്മുടെ അച്ഛനമ്മമാരാണ്. അവരെ നാം എപ്പോഴും സ്മരിക്കേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും ആർദ്രമായ പാട്ട്, ആർദ്രമായ പാട്ട് താരാട്ട് പാട്ടാണ്. ആ പാട്ട് കണ്ടുപിടിച്ചത് ഫോണറ്റിക്സ്, സ്വരശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെയാണ്. സ്വരാക്ഷരം മാത്രം പാടിയാൽ നല്ലൊരു താരാട്ട് പാട്ടുമാവുമോ? അല്ലേ? അതുപോലെ വ്യഞ്ജനാക്ഷരം മാത്രം പാടിയാലോ? അതിന്റെ ഇടയിലുള്ള, രണ്ടിന്റെയും ഇടയിലുള്ള 4 അക്ഷരമാണ് യാ, രാ, ലാ, വാ. ഈ 4 അക്ഷരം കൊണ്ടാണ് നമ്മുടെ താരാട്ട് പാട്ടുകൾ. നമുക്ക് അമ്മമാർ തലമുറയായി തന്ന ഒരു പാട്ടാണ് താരാട്ട് പാട്ട്. പകൽവീട് കൺവീനർ
ചിപ്പി ചന്ദ്രൻ നന്ദി പറഞ്ഞു. വീണ രവികുമാർ, ഡോക്ടർ റാണിധരൻ, സ്വപ്ന രാജു എന്നിവർ പങ്കെടുത്തു. സമിതി അംഗങ്ങളുടെയും അമ്മമാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആശുപത്രിയിൽ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മകന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം. സംഭവത്തിൽ രണ്ടാനച്ഛനെ ആശുപത്രി അധികൃതർ പിടികൂടി പോലീസിന് കൈമാറി. ഞാൻ കാപ്പി വാങ്ങാൻ പോയിരുന്നു. കാപ്പി വാങ്ങിയിരുന്നത് അവിടെ എന്നെ അടിക്കാൻ നിൽക്കുന്നു. പെട്ടെന്ന് കൈയും ചുരുട്ടിയിട്ട് എന്നെ എൻ്റെ പുറത്തൂടെ വന്ന് വീണിച്ച് തറയിട്ടിട്ട് അടിച്ചു. ആ ചുണ്ടിലും കയ്യിലും. ആശുപത്രിയിൽ കഴിയുന്ന അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കൗമാരക്കാരനായ മകന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ബുധനാഴ്ചയായിരുന്നു സംഭവം. അമ്മയ്ക്കൊപ്പം കരവാളൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന തിരുവനന്തപുരം സ്വദേശിയായ കുട്ടിക്കാണ് മർദ്ദനമേറ്റത്. രണ്ടാനച്ഛനും തിരുവനന്തപുരം സ്വദേശിയുമായ യുവാവിനെ ആശുപത്രി അധികൃതർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സ്റ്റീൽ പാത്രം കൊണ്ടുൾപ്പെടെ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് വാർഡിലുണ്ടായിരുന്നവർ പറയുന്നു. കുട്ടിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ആശുപത്രി അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരം കൈമാറിയിട്ടുണ്ട്. കുട്ടിയെ നേരത്തെയും ഇയാൾ മർദ്ദിച്ചിട്ടുണ്ടെന്നും നിരന്തരം വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോവുകയും പിന്നീടെത്തി കുട്ടിയെ മർദ്ദിക്കുന്നത് പതിവാണെന്നും അമ്മ പറയുന്നു. ഇപ്പം മോൻ കാപ്പി മേടിക്കാൻ പോയതാണ്. കാപ്പി മേടിക്കാൻ പോകുമ്പോഴത്തേക്കും പാത്തിരുന്ന് അടിച്ചത്. കൊച്ചി ഉണ്ടെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോയി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയി കൊച്ചിൻ്റെ തുണിയും ബാഗും എല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ 12 മണിക്ക് എപ്പോഴോ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കൊച്ചിന് 4 മണിക്ക് ഇവിടെ നിന്ന് കാപ്പിക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇവ ഇവിടെ ഓടി വന്ന് കൊച്ചിനെ എൻ്റെ അടുത്തൊക്കെ കൊണ്ട് ഇട്ടപ്പോഴാണ് ഞാൻ അറിയണം ഇയാൾ വന്നിട്ടുണ്ടെന്ന്. ഞാൻ നിൻ്റെ മോനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പറഞ്ഞു, നിൻ്റെ മോനെ ഞാൻ കൊല്ലും, നിൻ്റെ മോനെ കൊന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞ് ഇയാൾ കൊച്ചിനെ ഇവിടെ കൊണ്ടിറങ്ങി. ഈ ബാഗൊക്കെ കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് ബാഗും കൊണ്ടിറങ്ങി. കൊച്ചിനെയും കൊണ്ട് 9 മാസമായ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിയിട്ട് ഇയാൾ പോയിട്ട് പിന്നെ ഞാൻ അറിയണം കൊച്ചിനെ അവിടെ അടിച്ച് തൂക്കുപാത്രം വെച്ചാൽ കൊച്ചിനെ മൊത്തം അടിക്കുകയും ഇടിക്കുകയും അങ്ങനെ 2 കാലും കൂടെ പിടിച്ച് കൂട്ടി. ഇവിടെ കണ്ടവർ പറഞ്ഞു എൻ്റെ കാലിനെ പിടിച്ച് കൂട്ടി ഇങ്ങനെ അമുക്കി വെച്ചിട്ട് അവനെ ഇടിക്കുകയും പാത്രത്തിൻ്റെ വെച്ചൊക്കെ ഇടിക്കുകയും കവാടത്തിലേക്ക് അടിച്ചെന്ന് അവർ പറയുന്നു. ഞാനൊന്നും കണ്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവതി സഹായം തേടുന്നു. ഏരൂർ ആർച്ചൽ സ്വദേശിനി ഐശ്വര്യയാണ് സഹായം തേടുന്നത്. കഴിഞ്ഞ 7 മാസമായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഐശ്വര്യ. മകളുടെ ചികിത്സയ്ക്ക് ഞങ്ങൾ 3-4 ആശുപത്രി കയറി. അതെല്ലാം വിറ്റു. അവളെ ഇത്രയും നാൾ 6 മാസത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട് തുടർ ചികിത്സയ്ക്ക് മാറ്റി വെക്കലാണ് ഏക പോകുമ്പോഴേ. അതിന് നല്ലവരായ ആൾക്കാരുടെ സഹായം തേടുന്നു. ഒരു 75 ലക്ഷം രൂപയോളം ചിലവാകുന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഏരൂർ ചിത്തിര വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ 27 വയസ്സുള്ള ഐശ്വര്യയാണ് രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 7 മാസക്കാലമായി രക്താർബുദം ബാധിച്ച് ഐശ്വര്യ ചികിത്സയിലാണ്. 7 മാസം കൊണ്ട് ബ്ലഡ് ക്യാൻസർ, അതായത് AML എന്ന് പറഞ്ഞ അസുഖമാണ്. ഞാൻ ഏകദേശം ഈ 7 മാസത്തിന് മുന്നേ പനിയിലാണ് ഈ അസുഖം തുടങ്ങുന്നത്. അത് 1 മാസത്തോളം ട്രീറ്റ്മെൻറ്റ്, അസുഖം എന്താണെന്ന് അറിയാതെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊണ്ട് നടന്നു. പനിയാണെന്നായിരുന്നു. ആ പനിയിലാണെങ്കിൽ എനിക്ക് തലയിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഈ പനി വരുന്നത് തലയിൽ നിന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് വിചാരിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഭാഗമായിട്ട് ആദ്യം നടുവിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്തുള്ള ഒരു പരിശോധന നടത്തി. ആ പരിശോധനയിലാണെങ്കിൽ ഇതല്ലെന്നുള്ളത് കണ്ടുപിടിച്ച് പിന്നെ ഉടനെ തന്നെ പെറ്റിൻ്റെ സ്കാൻ ചെയ്ത് നോക്കുമായിരുന്നു. അതൊക്കെ ചെയ്യുന്നത് നമ്മളെ എറണാകുളത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ്. അങ്ങനെ അവിടെ വെച്ച് പെറ്റിൻ്റെ സ്കാൻ എടുത്തപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഇതുപോലെ ബ്ലഡിൽ ക്യാൻസർ ഉണ്ടെന്നുള്ള വിവരം അറിയുന്നു. അതിൽ നിന്ന് പിന്നെ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് ഞങ്ങൾ ഏകദേശം അവിടെ ഒരു 40-45 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ അവസാനം ട്രാൻസ്പ്ലാന്റേഷനാണ് അവിടെയും പറഞ്ഞത്. ഏകദേശം 3% ക്യാൻസർ എനിക്ക് പിന്നെയും ബാക്കി ഉണ്ടായിരുന്നതായിട്ടാണ് അവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ബോൺമാരോടെ ടെസ്റ്റിലൂടെ അറിയുന്നത്. ഐശ്വര്യയുടെ മജ്ജ മാറ്റിവെക്കുന്നതിനായി 75 ലക്ഷം രൂപ സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ചികിത്സാ ധനസഹായം തേടുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഐശ്വര്യ ഇപ്പോൾ തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ തുടരുകയാണെന്നും ഐശ്വര്യയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സുമനസ്സുകളായ എല്ലാവരുടെയും സഹായം വേണമെന്നും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം T. അജയനും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. അനുമോനും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ അഞ്ചൽ. പുനലൂർ നഗരസഭയിൽ കുടുംബശ്രീയുടെ കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. തെരഞ്ഞെടുത്ത 16 വനിതകൾക്കാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. 20 മുട്ടക്കോഴികൾ, കൂട്, 50 കിലോ തീറ്റ, മരുന്ന് എന്നിവയാണ് നൽകുന്നത്. പുനലൂർ നഗരസഭ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന കോഴിയും കൂടും പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടത്തിയത്. അഷ്ടമംഗലം ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വളരെ വലിയൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് കുടുംബശ്രീ ഉദ്ദേശിച്ചത്. ഒന്ന്, നമ്മുടെ നാട്ടിൽ നമുക്ക് ഈ ആളുകൾക്ക് അപകടരഹിതമായി കഴിക്കാൻ പറ്റുന്ന നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിമുട്ടകൾ കിട്ടട്ടെ എന്നുള്ളതാണ്. അത് കുടുംബശ്രീ അംഗങ്ങൾക്കൊരു വരുമാനമായി ആകട്ടെ എന്ന് വലിയ 2 കാഴ്ചപ്പാടുകളാണുള്ളത്. നമുക്കത് കുറച്ചുകൂടെ സജീവമാക്കി ഇത് കോഴിയും കൂടുമൊക്കെ നിങ്ങൾക്ക് ലാഭകരമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മുനിസിപ്പാലിറ്റി തന്നെ മുൻകൈയെടുത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്നതാണെങ്കിൽ പുനലൂരിൽ നമ്മൾക്കാവശ്യമുള്ള കോഴിമുട്ടകൾ പുനലൂരിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു കാഴ്ചപ്പാടിൽ നമുക്കൊരു പ്രോജക്റ്റ് എടുക്കാം. എന്തായാലും മുനിസിപ്പാലിറ്റി കുടുംബശ്രീയുമായി സഹകരിച്ച് പരമാവധി വനിതകളായിട്ടുള്ള ആളുകളുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CDS ചെയർപേഴ്സൺ വസന്താരഞ്ജൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രഭ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K രാജശേഖരൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ, കൗൺസിലർമാർ AH CRP സിന്ധു, CMM ദീപ, MEC പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന മിഷൻ എംപാനൽഡ് ഏജൻസി സ്വാശ്രയ അഗ്രികൾച്ചറൽ MD പ്രീത VM ക്ലാസിന് നേതൃത്വം നൽകി. അപ്പം ഇന്നിപ്പം ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലും ടെൻഷനൊന്നും വേണ്ട. രാവിലെ പിടിച്ച കോഴിയാണ്, 4 മണിക്ക് പിടിച്ചതാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗ്ലൂക്കോസ്, അതായത് പഞ്ചസാര വെള്ളമാണ് കോഴിക്ക് കൊടുക്കേണ്ടത്. ക്ഷീണമൊന്നും മാറാം. ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നിരുന്നാലും 1 ബക്കറ്റ് വെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാര കലക്കി ആ വെള്ളം ഫസ്റ്റിലേക്ക് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ കൊടുക്കുക. ഗ്ലൂക്കോസ് വാങ്ങണമെന്നില്ല, ഉപ്പും പഞ്ചസാര ആകുമ്പോൾ അത് സ്റ്റാർച്ചായി മാറും. അപ്പോൾ ആ വെള്ളമാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ കോഴി എന്ന് പറയുമ്പോൾ ഏകദേശം 1 മാസം ആകുമ്പോഴത്തേക്കും മുട്ട ഉൽപ്പാദനം തുടങ്ങും. ചെറിയ കോഴിയല്ല തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് കൊടുക്കേണ്ടത് മുട്ടക്കോഴിക്കുള്ള തീറ്റയാണ്. നമ്മുടെ ഈ പദ്ധതിയിൽ ഒരു വ്യക്തിക്ക് 20 കോഴിയും അതിനെ വളർത്താനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു കൂടും 50 കിലോ തീറ്റയും അതിന് 1 വൈറ്റമിൻസുമാണ് നമ്മൾ തരുന്നത് കർഷകർക്ക്. കുടുംബശ്രീയിൽ നിന്നും തെരഞ്ഞെടുത്ത 16 വനിതകൾക്കാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. 20,500 രൂപ ചെലവ് വരുന്ന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് 20 മുട്ടക്കോഴികളെയും അവയ്ക്കുള്ള കൂടും 50 കിലോ തീറ്റയും മരുന്നുമാണ് ലഭ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. താമരക്കുളത്ത് നിന്നും മൂർഖൻ പാമ്പുകളെ പിടികൂടി. ചത്തിയറയിലെ വീടിന് സമീപത്തു നിന്നുമാണ് മൂർഖൻ പാമ്പുകളെ പിടികൂടിയത്. പാമ്പുകളെ വനം വകുപ്പിന് കൈമാറും. താമരക്കുളം ചത്തിയറയിൽ വീടുകളുടെ പരിസരത്ത് നിന്നുമാണ് മൂർഖൻ പാമ്പുകളെ പിടികൂടിയത്. ചത്തിയറ സവിതാലയത്തിൽ സരിത, അജന്താലയത്തിൽ ഭാർഗവൻ പിള്ള എന്നിവരുടെ വീടിനോട് ചേർന്നാണ് സർപ്പ വോളണ്ടിയർമാർ പാമ്പുകളെ പിടികൂടിയത്. സർപ്പ വോളണ്ടിയറും ചുനക്കര ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സവിത സുധി, ചക്കുവള്ളിയിൽ നിന്നുള്ള അനിൽകുമാർ എന്നിവരാണ് പാമ്പുകളെ പിടികൂടിയത്. പിടികൂടിയ പാമ്പുകളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്ന് സർപ്പ വോളണ്ടിയർമാർ പറഞ്ഞു. സരിതയുടെ വീട്ടിൽ നിന്ന് ബുധനാഴ്ചയും തൊട്ടടുത്ത വീടായ അജന്താലയത്തിൽ നിന്നും വ്യാഴാഴ്ചയുമാണ് പാമ്പുകളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ ചാരുമൂട്. സ്വകാര്യ വ്യക്തി ദേശീയപാത കയ്യേറി വേലി കെട്ടിയതായി പരാതി. എഴുകോൺ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻഭാഗത്താണ് സംഭവം. കോൺക്രീറ്റ് തൂണ് സ്ഥാപിച്ച് ഇരുമ്പ് വല ഉപയോഗിച്ചാണ് വേലി കെട്ടിയത്. എഴുകോൺ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻഭാഗത്തായാണ് സ്വകാര്യ വ്യക്തി ദേശീയപാത കയ്യേറി വേലി കെട്ടിയതായി പരാതി ഉയർന്നത്. ദേശീയപാതയോരത്തു നിന്നും ഒരടി പോലും വ്യത്യാസമില്ലാതെയാണ് കോൺക്രീറ്റ് തൂൺ സ്ഥാപിച്ച് ഇരുമ്പ് വല ഉപയോഗിച്ച് വേലി കെട്ടി തിരിച്ചിട്ടുള്ളത്.
ദേശീയപാതയോരത്തേക്ക് ചേർന്ന് നിൽക്കുന്ന തൂണുകൾ വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധമാണ് നിർമ്മാണം. കാൽനടയാത്രക്കാർ ദേശീയപാതയിലേക്ക് കയറി മാത്രമേ നടന്നു പോകാൻ കഴിയൂ. ഇറക്കവും വളവും തിരിഞ്ഞു വരുന്ന ഭാഗമായതിനാൽ ഇത് അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് സംബന്ധിച്ച് BJP എഴുകോൺ പഞ്ചായത്ത് സമിതി എഴുകോൺ പഞ്ചായത്ത് സെക്രട്ടറിക്കും ദേശീയപാത അതോറിറ്റിക്കും പരാതി നൽകി. കമ്പിവേലി നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. സ്ഥലം പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. പ്രധാന വാർത്തകൾ വീണ്ടും. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം. കുണ്ടറ എഴുകോണിൽ VD സതീശൻ മുഖ്യമന്ത്രി എന്ന് ഫ്ലെക്സ് വെച്ച പ്രവർത്തകർ. ചവറയിലും കായംകുളത്തും പ്രകടനം. അഭയകേന്ദ്രത്തിന്റെ മകളിനെ ജിജിന് സ്വന്തം. കൊല്ലം മയ്യനാട് SS സമിതിയിൽ ജനിച്ചു വളർന്ന ആശമോളുടെ വിവാഹം സുമനസ്സുകളുടെ സഹായത്തോടെ പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് SS സമിതിയിലെത്തിയ ഭോപ്പാൽ സ്വദേശിനിയായ സ്ത്രീയാണ് ആശമോൾക്ക് ജന്മം നൽകിയത്. ഗ്രന്ഥശാല മന്ദിരം ഉദ്ഘാടനം ചെയ്തു. തേവലക്കര അരുന്നല്ലൂർ കല്ലുംപുറത്ത് ഭാസ്കരൻ ലൈബ്രറിക്കാണ് മന്ദിരം നിർമ്മിച്ചത്. ആദരവ്, ഫോട്ടോ അനാച്ഛാദനം, സമ്മാനദാനം എന്നിവയും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.